അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫ്രിക്ഷനെ കുറിച്ചാണ്. ഇത് രണ്ടാമത്തെ മോഡ്യൂളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പഠിപ്പിച്ചിരുന്നു. അതിൻ്റെ പ്രോബ്ലംസ് കുറേ ചെയ്തിരുന്നു. 3-4 ടൈപ്പ് പ്രോബ്ലംസ് ചെയ്തിരുന്നു. അതിൽ ആദ്യത്തെ പാർട്ടാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ വളരെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതുപോലെ സ്ട്രെസ്, സ്ട്രെയിൻ, ഷിയർ ഫോഴ്സ് ഒക്കെ വെച്ച് നോക്കിയാൽ വളരെ ബേസിക് ആയിട്ടൊരു ടോപ്പിക്കാണ് ഫ്രിക്ഷൻ. നിങ്ങൾ സ്കൂൾ ലെവലിൽ പഠിച്ച അതേ ടോപ്പിക്ക് തന്നെയാണ് ഇവിടെ. ഒരുപക്ഷെ ഫിസിക്സിൽ ഫസ്റ്റ് 1 ഫിസിക്സിൽ ഇത് വീണ്ടും നിങ്ങൾ റിഫ്രഷ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എന്താണ് സിലബസിലെന്ന് നോക്കാം. ഇതിനകത്ത് ബേസിക്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അതായത് ഈ പറയുന്ന ഡിഫൈൻഡ് ഫ്രിക്ഷൻ തൊട്ട് ലോസ് ഓഫ് ഫ്രിക്ഷൻ ഇതുവരെയുള്ളത് ഇതിൻ്റെ ബേസിക് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ പ്രോബ്ലംസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഭാഗത്തു നിന്നായിരിക്കണം. ചിലപ്പോൾ ഈ ലോസ് ഓഫ് ഫ്രിക്ഷൻ തൊട്ട് ഇതൊക്കെ ചെറിയ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബേസിക് എന്താണെന്ന് അറിയണം. അപ്പം ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവാം. എന്താണ് നമ്മളിപ്പം ബേസിക്കലി പഠിക്കാൻ പോകുന്നത്? എന്താണ് ഫ്രിക്ഷൻ, എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ, എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റിപ്പോസ്, ലോസ് ഓഫ് ഫ്രിക്ഷൻ. ഇതുവരെ അതിൻ്റെ കൂടെ ഒരു പോയിന്റ് കൂടിയുണ്ട്, പിവറ്റ് ഫ്രിക്ഷൻ. പിവറ്റ് ഫ്രിക്ഷൻ ഒരുപക്ഷെ മെക്കാനിക്കൽ കാർക്ക് കൂടുതൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഇതൊരു ജനറൽ ഫിസിക്സിൽ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഫ്രിക്ഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഫ്രിക്ഷൻ? ഒരു വസ്തു, ഒരു ബോഡി എവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും അതിന് നാച്ചുറൽ ആയിട്ടൊരു മൂവ്മെന്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിനൊരു പുഷ് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സിനെയാണ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊരു കോണ്ടാക്ട് സർഫസിൽ ഒക്കർ ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. അതായത് 2 ടൈപ്പ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ഒന്ന് കോണ്ടാക്ട്, നോൺ കോണ്ടാക്ട്. നോൺ കോണ്ടാക്ട് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റി ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ്. നിങ്ങളൊരു പന്ത് മുകളിലേക്ക് ഇറങ്ങി, താഴേക്ക് വരുന്നത് ഭൂമിയും പന്തും തമ്മിൽ കോണ്ടാക്ട് ഇല്ലെങ്കിലും ആ പന്ത് ഭൂമിയിലേക്ക് വീഴും. ഗ്രാവിറ്റി ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. എന്നാൽ ഫ്രിക്ഷൻ ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. എവിടെ ഏത് വസ്തു ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നുണ്ടോ അവിടെ ആ മൂവ്മെന്റിനോ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിക്കോ എതിരായിട്ട് ഒരു ഫോഴ്സ് വരികയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഫ്രിക്ഷൻ. നമ്മൾ ഡേ ടു ഡേ ലൈഫിലും വളരെയധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫ്രിക്ഷൻ, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് നിലവിലുള്ള എന്തെങ്കിലും ഒരു സാധനം മാറ്റുമ്പോൾ ആൾക്കാരുടെ എതിർപ്പുണ്ടാവും. ഇപ്പം നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, there is a friction against the move. അതായത് ഇപ്പം നിലവിൽ എന്താണോ അത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആൾക്കാർ അതിനെ എതിർക്കും. അപ്പോൾ അതിനെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഫ്രിക്ഷൻ, അതേ സിഗ്നിഫിക്കൻസ് തന്നെയാണ് ഇവിടെയും ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമുക്ക് ഇതിൻ്റെ വീഡിയോ കാണാം. So, here's a little pro tip. First 10 seconds is the most important 10. How do things move in real life? Say a ball is moving on a flat ground and there's no external force acting on it. Will the ball eventually come to a halt? Yes, it will. Have you ever wondered why? Say you're skating on an ice rink and your friend is skating on the road. Whose movement do you think will be smoother? Definitely yours. When you hold a bottle in your hand, why doesn't it just slip through and fall? Sometimes when you're walking around in a mall, do you remember seeing a caution sign to warn you about the floor being wet? What explains all this? The answer is friction. The reason why the ball eventually comes to a halt is because of the force of friction. The reason why skating on an ice rink is easier because the force of friction is lesser there. The bottle doesn't slip through because the force of friction between your hand and the bottle doesn't allow it to do so. If the floor is wet, the friction offered by it reduces and there are chances that you might slip and fall. So what is this friction we're talking about? It's quite easy to understand its concept. Friction is nothing but a force. It is the force exerted by a surface where an object moves across it. In the first case,
When the ball is moving in this direction, the force of friction is acting in the opposite direction. The force of friction offered by the ice rink floor is lesser than the force of friction offered by the road. Hence, skating on the ice rink is easier and seems effortless. The bottle does not slip down because the surface of your hand offers a friction in the upward direction. And in the case of the floor in the mall, the soapy water reduces the friction offered by the floor. In the coming lessons, we'll learn a lot more about friction. ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫ്രിക്ഷനാണ്, ബേസിക്സ് ഓഫ് ഫ്രിക്ഷനാണ്. ഫ്രിക്ഷന് അത് നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നമ്മൾ ബേസിക്കിൽ തന്നെ നിൽക്കുന്നില്ല. അപ്പം ഫ്രിക്ഷനെ നമ്മൾ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി, അത് ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്ന വാക്കിനർത്ഥം എന്താണ്? ഇത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഇത് വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് അതിൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഡൈനാമിക് ഫ്രിക്ഷൻ എന്താണ്? ഡൈനാമിക് എന്ന് പറയുന്ന വാല്യൂ വാക്കിനർത്ഥം എന്താണ്? മൂവ് ചെയ്യുമ്പോൾ, ഒരു വസ്തു റോൾ ചെയ്യുമ്പോഴോ റൊട്ടേറ്റ് ചെയ്യുമ്പോഴോ സ്ലൈഡ് ചെയ്യുമ്പോഴോ എപ്പോഴാണോ മൂവ് ചെയ്യുന്നത്, മൂവിങ് ക്യാൻ ബി എനി ടൈപ്പ് ആക്ച്വലി, ആ മൂവ് ചെയ്യുന്ന സമയത്തുള്ള ഫോഴ്സിന് പറയുന്നതാണ് ഡൈനാമിക് ഫ്രിക്ഷൻ. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിന് പറയുന്ന പേരാണ് ഡൈനാമിക് ഫ്രിക്ഷൻ. അടുത്തത് സ്ലൈഡിങ് ഫ്രിക്ഷൻ. സ്ലൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിന്റെ മുകളിലൂടെ തെന്നി മായുമ്പോൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന് പറയുന്നതാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഒരു ഒബ്ജക്റ്റിന്റെ മുകളിലൂടെ വേറൊരു ഒബ്ജക്റ്റ് റോൾ ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഡൈനാമിക് ഫ്രിക്ഷനകത്ത് സ്ലൈഡിങ്ങും റോളിങ്ങും ഇല്ലേ എന്ന്. അതിന് തന്നെയാണ് ബേസിക്കലി ഡൈനാമിക് ഫ്രിക്ഷനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്ന് സ്ലൈഡിങ് ഫ്രിക്ഷനായിട്ടും മറ്റൊന്ന് റോളിംഗ് ഫ്രിക്ഷനായിട്ടും. അപ്പം അടുത്തത് നോക്കുക, എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ ഒന്നുമില്ല, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, തിരിച്ച് ഇങ്ങോട്ടൊരു മൂവ്മെന്റ് ഉണ്ട്. സ്ലൈഡിങ് മോഷൻ സ്ലൈഡ് ചെയ്യുമ്പോൾ ഉള്ളത്, റോളിംഗ് മോഷൻ റോൾ ചെയ്യുമ്പം ഇത് ഈ സർഫസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് നോക്കുന്ന ടോപ്പിക്ക്, ഫ്രിക്ഷൻ്റെ ഞാൻ ടെക്സ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം കൈനറ്റിക് അല്ലെങ്കിൽ സ്റ്റാറ്റിക് നമ്മൾ പറഞ്ഞു, വെറുതെ ഇരിക്കുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് കൈനറ്റിക് ഫോഴ്സ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ സ്റ്റാറ്റിക് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, ഒരു opposing force that comes into play when one body is sliding over the other surface is called sliding friction. അടുത്തത് റോളിംഗ് ഫ്രിക്ഷൻ. റോൾ ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഏത് ഫ്രിക്ഷൻ ആണ് കുറവ്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണോ റോളിംഗ് ഫ്രിക്ഷൻ ആണോ? റോളിംഗ് ഫ്രിക്ഷൻ ആണ് കുറവ് എപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾക്ക് പല സ്ഥലങ്ങളിലും റോളറുള്ള സ്ഥലങ്ങളിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ എളുപ്പമാണ് മറ്റേതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ. സ്ലൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങളൊരു മെഷീൻ ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യുമ്പോൾ ആ മെഷീനെ ലിഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ചോട്ടിൽ പൈപ്പ് ഇട്ടിട്ട് തള്ളും. കാരണം എന്താണ്? ആ പൈപ്പ് ഇടുമ്പോൾ വെൻ യു പുട്ട് ദാറ്റ് പൈപ്പ് ഇറ്റ് ആക്ട്സ് ലൈക്ക് എ റോളർ ആക്ച്വലി. ടയറുകൾക്ക് ഒക്കെ ഒരു വസ്തു തെന്നി മാറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് അതിൻ്റെ റോൾ ചെയ്ത് മാറ്റുക എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ജോമെട്രിക്കൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജോമെട്രിക്കൽ പ്രോപ്പർട്ടി കൊണ്ടാണ് റോൾ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ രണ്ടാമത്തത് ഡ്രൈ ഫ്രിക്ഷനും വെറ്റ് ലൂബ്രിക്കേറ്റിംഗ് സർഫസും. ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കറിയാം, ഒരു ഒബ്ജക്റ്റ് തമ്മിൽ റബ്ബ് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നിടത്ത് ഒരു ഓയിൽ അല്ലെങ്കിൽ ഒരു ലൂബ്രിക്കൻ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും. നിങ്ങളുടെ എഞ്ചിൻ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിന് വൺ ഓഫ് ദി മെയിൻ റീസൺ, ലൈക്ക് രണ്ട് ഒബ്ജക്റ്റ്, ഒരു പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിനകത്ത് ഒരു പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓയിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഫ്രിക്ഷൻ കുറവായിരിക്കും. ഫ്രിക്ഷൻ കുറവാകുമ്പോൾ എന്തിനാണ് ഫ്രിക്ഷൻ കുറയ്ക്കുന്നത്? ഫ്രിക്ഷൻ കുറയുമ്പോൾ അവിടെ എനർജി ലോസ് പറയുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നടക്കുമ്പോൾ ഒരു സ്ലിപ്പായിട്ട് വീഴാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പഴത്തൊലിയോ അല്ലെങ്കിൽ എണ്ണ വീണിടത്തോ അല്ലെങ്കിൽ വെള്ളം വീഴുന്നിടത്തോ ഒക്കെ നിങ്ങൾ സ്ലിപ്പ്. നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾ ഈ നടക്കുന്നിടത്തൊക്കെ ഇങ്ങനെ ഒരുപക്ഷെ ഷോപ്പിംഗ് മാളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും, വെറ്റ് ഫ്ലോർ. നമ്മൾ ഷോപ്പിംഗ് മാളിൽ ശ്രദ്ധിക്കില്ല, ഒരു വേറെ സൈഡിലേക്കൊക്കെ നോക്കി നടക്കുന്നുണ്ട്. പെട്ടെന്ന് വൃത്തിയാക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വഴുക്കി വീഴാനുള്ള ചാൻസ് ഉണ്ട്. സോ
ബേസിക്കലി ഫ്രിക്ഷൻ ആണ് ഇതിനെല്ലാം കാരണമായിട്ട് ഉള്ളത്. അടുത്തത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ബോഡി ഒരു സർഫസിൽ ഇരിക്കുന്നു. ഇതിന് ഒരു വെയിറ്റ് ഉണ്ട് അല്ലേ? ഇതിൻ്റെ വെയിറ്റ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. വെയിറ്റ് W താഴേക്ക് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഇങ്ങനെ ഒരു ഫോഴ്സ് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഇതിൻ്റെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 40 ന്യൂട്ടൺ ആണെന്ന് വിചാരിച്ചോളൂ. ഇതിൻ്റെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ 40 ന്യൂട്ടൺ. ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എത്തുന്നത് വരെ നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലും ഇത് മൂവ് ചെയ്യില്ല. ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇത് ഞാൻ P എന്ന് പറയുന്നു, ഇത് നമ്മൾ W എന്ന് പറയുന്നു. ഇത് W താഴോട്ട് അപ്ലൈ ചെയ്യുന്നു, ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ P യുടെ വാല്യൂ ഇപ്പോൾ 10 കൊടുത്താൽ മൂവ് ചെയ്യോ? ഇല്ല. 20 അപ്ലൈ ചെയ്തു, മൂവ് ചെയ്യോ? ഇല്ല. 30 മൂവ് ചെയ്യില്ല. 35 മൂവ് ചെയ്യില്ല. 40 യെസ്, ഇറ്റ് വിൽ സ്റ്റാർട്ട് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ അല്ലേ? ഏത് ഫോഴ്സിനാണോ അപ്ലൈ ചെയ്തത് അതിന് മൂവ് ചെയ്യും. ആ ലിമിറ്റിനെ പറയുന്നതാണ്, ആ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ബേസിക്കലി. അതിന് പറയുന്നതാണ് അതിൻ്റെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അല്ലെങ്കിൽ ഈ കേസിലാണെങ്കിൽ അത് 40 ന്യൂട്ടൺ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കേസ് ടു കേസ് ബേസിസ് സർഫസ് ആക്ഷൻ. അതാണ് ഫ്രിക്ഷൻ ലോ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇനി നോക്കാം. അതിന് ഇപ്പം നിങ്ങൾക്ക് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് റോളിംഗ് ഫ്രിക്ഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് പിവറ്റ് ഫ്രിക്ഷൻ. ഇതൊരു പക്ഷേ നമുക്ക് മെക്കാനിക്കൽ ഏറ്റവും അധികം ആപ്ലിക്കേഷനുള്ള ഒരു കൺസെപ്റ്റാണ് ഫ്രിക്ഷൻ. മറ്റേതെല്ലാം ഒരു ജനറൽ ഡേ ടു ഡേ ലൈഫിൽ ഒരു കാറിൻ്റെ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ബൈക്കിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലോക്ക് മൂവ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് നേരത്തെ പറയുന്ന കൺസെപ്റ്റൊക്കെ മതി. പക്ഷെ പിവറ്റ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹെവി എക്യുപ്മെൻറ്റ്സ്, അതുപോലെ ഷിപ്പ്, സ്റ്റീം, വാട്ടർ ടർബൈൻ, ഇതൊക്കെ ഒരു ആക്ച്വൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്സിസിലൂടെ ഒരു ത്രസ്റ്റ് ലോഡ് വരുമ്പം അത് എടുക്കാൻ പാകത്തിൽ ഒരു ബെയറിംഗ് സർഫസ് അതിൻ്റെ റൈറ്റ് ആംഗിളായിട്ട് ഉണ്ടാവും. ആ ബെയറിംഗ് സർഫസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രിക്ഷനെ പറയുന്ന പേരാണ് പിവറ്റ് ഫ്രിക്ഷൻ. പിവറ്റ് ഫ്രിക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ, കുറച്ചുകൂടി പിടിയിട്ടും. ഇപ്പം ഇത് ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഈ പറയുന്ന ഈ ഗ്യാപ്പ് ഏരിയയിലായിരിക്കും നിങ്ങളുടെ ഫ്രിക്ഷൻ്റെ ഒരു ഓയിൽ lubricating medium ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഇറ്റ് ക്യാൻ ബി കോണിക്കൽ ഓർ എ ഫ്ലാറ്റ്. ആക്ച്വലി ഇതിനെയാണ് നമ്മൾ ബെയറിംഗ് സർഫസ് എന്ന് വിളിക്കുന്നത്. ഈ W എന്ന് പറയുന്ന ആക്ച്വൽ ലോഡ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇതിൻ്റെ ആക്സിസിലൂടെയാണ് ഈ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഈ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബെയറിംഗ് ഫിലിം, ബേസിക്കലി ഒരു ഫിലിമാണ്, lubricating ഫിലിം ഉണ്ടാവും. അതിന് ആ ബെയറിംഗ് സർഫസിലുണ്ടാവും. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന പിവറ്റ് ഫ്രിക്ഷൻ എന്ന് ഇവിടെയുള്ള ഈ ആക്ച്വൽ ത്രസ്റ്റ് എടുക്കാൻ കഴിയുന്ന ഈ സർഫസിന്റെ പ്രോപ്പർട്ടിക്ക് വരുന്നതാണ് പിവറ്റ് ഫ്രിക്ഷൻ. പിവറ്റ് ഫ്രിക്ഷൻ ഒരുപക്ഷെ ആക്ച്വൽ ഇതിന് മാത്രമേ പറ്റുള്ളൂ. പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലോഡിന് ഒരു പക്ഷേ ഇത് അത്ര പോപ്പുലർ അല്ല, ഇത് ഇത്തരം വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പം പിവറ്റ്സ് ആർ ഓഫ് ടു ഫോംസ്, flat and conical. The bearing surface provided at the foot of the vertical shaft is called footstep bearing. ഇത് നിങ്ങൾക്ക് വരയ്ക്കാനുണ്ടോ? ഇങ്ങനെയുള്ള ബെയറിംഗ് സർഫസിനെയാണ് നമ്മൾ പറയുന്നത് ഫുട് സ്റ്റെപ്പ് ബെയറിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസൈൻ ഓഫ് മെഷീൻ എലിമെന്റിലൊക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസ് വരുമ്പോൾ പഠിക്കും ഇതിൻ്റെ ഈ ഓയിലിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതിനകത്ത് വരുന്ന ഫോഴ്സ് അനാലിസിസ് ഒക്കെ. പക്ഷെ എന്താണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അടുത്തതായിട്ടുള്ളതാണ് നോർമൽ റിയാക്ഷൻ. നമുക്കറിയാം എന്താണ് നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ഒരു സർഫസിൽ ഇരിക്കുന്നു. ഇതിൻ്റെ വെയിറ്റ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും അല്ലേ? ഇതിൻ്റെ വെയിറ്റ് എപ്പോഴും താഴോട്ട് ആക്ട് ചെയ്യും. ഈ വെയിറ്റിന് നമുക്കറിയാം ന്യൂട്ടൻ്റെ മൂന്നാം നിയമം എന്താണ് പറയുന്നത്? ഇതിനൊരു റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഇതിനെ നമ്മൾ
W എന്ന് പറയുകയാണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് N എന്നോ ഇതൊക്കെ ഒരു ഇതാണ് കേട്ടോ എന്താ പറയുക